ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ജുബ്ബയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ജുബ്ബയുടെ ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ ജുബ്ബയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു 4 വയസ്സിൻ്റെ കിഡ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ലെങ്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് 23 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് പിന്നെ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഷോൾഡർ അടയാളപ്പെടുത്തണം. അതിന് മുമ്പായിട്ട് നമുക്ക് മെറ്റീരിയൽ ഒന്ന് ലെവൽ ചെയ്യാം. ലെവൽ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി പാർട്സുകളെല്ലാം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ആദ്യം നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്ക് 2.5 ഇവിടെ കറക്റ്റായിട്ട് 2 ഇഞ്ച് എടുത്തിട്ട് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഷോൾഡർ എടുക്കാം. ഷോൾഡർ ഇവിടെ 5 ഇഞ്ച് 5.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി അതേ സെയിം അളവിൽ തന്നെ 5.5 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ഞാനിവിടെ 8 എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബ്രസ്റ്റ് അളവ് 8 എടുത്തിട്ട് താഴെയും അതേ സെയിം അളവ് തന്നെ എടുക്കുന്നു. പിന്നെ നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. കൈപ്പിടിയും വരച്ചു കൊടുക്കുക. ഒരു ഷോൾഡർ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യണം. ചരിച്ചൊന്ന് കട്ട് ചെയ്യല നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഷോൾഡറും ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം താഴേക്കും നമുക്കൊന്ന് വരച്ചെല്ലാം കറക്റ്റാക്കി കൊടുത്ത് ലെവൽ ചെയ്തിട്ട് നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് താഴ്ഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 പീസിനും ഇതുപോലെ നമുക്കൊന്ന് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒന്ന് കുത്തിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ജുബ്ബയ്ക്ക് സ്ലിറ്റ് വേണമല്ലോ, അപ്പം അതിനുള്ളത് നമ്മൾ കുത്തിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് 2 പീസും കൂടെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് ബാക്ക് പീസ് ഇതുകൂടെ നെക്കിന് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട് പീസാണ് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജുബ്ബയുടെ ഫ്രണ്ടിലുള്ള പടിയാണ് നമ്മൾ പിന്നെ കട്ട് ചെയ്യേണ്ടത്. പടി ഒരു 6 ഇഞ്ച് വരാൻ പാകത്തിന് നമുക്കെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4.5 കട്ട് ചെയ്താൽ മതി. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പടിയോട് കൂടിയിട്ട് 6 വരാൻ പാകത്തിന്. എന്നിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ്. സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ആദ്യം 2ആയിട്ട് മടക്കിയിട്ടിട്ട് പിന്നെ ഒന്നുകൂടി മടക്കിയിടുക. എന്നിട്ട് സ്ലീവിൻ്റെ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ലെങ്ത് നമ്മൾക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 14 എടുത്തിരിക്കുന്നത് ലെങ്ത്. നമുക്കിവിടെ 14 അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് കൈയുടെ മുകളിലത്തെ വിഡ്ത്ത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗവും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ 5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവും നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി പിന്നെ പടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഇത് ക്യാൻവാസ് പേപ്പറിൽ നമ്മളിവിടെ ഇതുപോലെ 1 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലുമുള്ള 2 എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാൻവാസ് പേപ്പർ അത് നമ്മളൊന്ന് മെറ്റീരിയലിൽ അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ വരണം. നമ്മളിങ്ങനെ മടക്കി വെച്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 2 പടിക്കും ഉള്ളതാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അത് 2 നമുക്കിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ട് എന്നിട്ട് നമുക്കിത് ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പിന്നീട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ച് പിന്നെ ഉള്ളിലേക്കുള്ളത് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇത് കറക്റ്റായിട്ട് വെച്ച് നമുക്കിത് 2ഉം അയൺ ചെയ്തിട്ട് വരാം. ഞാനിവിടെ 2ഉം അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്യുമ്പോൾ നല്ല പക്ക ഫിനിഷിങ് ഇരുന്നോളും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഒന്നും നോക്കണ്ട, നമ്മളതുപോലെ മടക്കി വെച്ച് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഷോൾഡർ അടിക്കാം. ഷോൾഡർ ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഷോൾഡർ അടിച്ചു കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് പടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമുക്കിതുപോലെ ഷോൾഡർ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. ഷോൾഡറിൻ്റെ ഉൾഭാഗം നമ്മൾ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ പുറത്തുകൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. നല്ല പക്ക ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും. ഇതുപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഷോൾഡർ നമ്മൾ 2ഉം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാം. പടി വെച്ച് കൊടുക്കാനായിട്ട്
നമുക്ക് നമ്മളതാ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന പടിയുണ്ടല്ലോ, അപ്പോൾ അതിന് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കാലിഞ്ച് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അടയാളപ്പെടുത്തി കൊടുത്ത് താഴെ നമ്മളിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെയും കറക്റ്റായിട്ട് അപ്പുറം താഴെ കാലിഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒട്ടും പൊളച്ചില്ല, വളവോ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തിട്ട് രണ്ട് കോണും ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് കോൺ സൈഡും നമ്മളിതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നമുക്ക് ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പടി വെച്ച് കൊടുക്കുന്നത്. ഉള്ളിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അപ്പുറത്തതും നമ്മളിതുപോലെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. രണ്ടും കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയും സ്റ്റിച്ച് ചെയ്യുക, ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ പടി രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് താഴെ ഒരു സ്ക്വയർ പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. താഴത്തത് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കണ്ടോ? അപ്പം താഴത്തത് നമ്മൾ ആ കൊത്തിട്ട് കൊടുത്തില്ലേ, അതും താഴത്തെ പടിയും കൂടെ വെച്ചിട്ട് നമ്മളവിടെ നിന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലത്തെ പടി എടുത്ത് വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം പക്ക ഫിനിഷിങ്ങിൽ തന്നെ വന്നോളും. അപ്പം ഇതുപോലെയാണ് നമ്മൾ പടി സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ പടിതാ ഇതുപോലെ നമുക്ക് സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ താഴ്ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കാണാമെന്ന് കരുതുന്നു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് പടിയുടെ താഴെ രണ്ട് കോണിൽ നമ്മളിതുപോലെ ഒന്ന് കോണായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പം പക്ക റെഡിമെയ്ഡ് ലുക്കിൽ വരും നമ്മുടെ ഈ ജുബ്ബ. അപ്പം ജുബ്ബാന്നും കുർത്താന്നും ഒക്കെ പറയാം. അപ്പോൾ അതിന് ശേഷം നമുക്കിനി നെക്കൊന്ന് അളന്ന് നോക്കാം എത്രയാണുള്ളതെന്ന്. ആ നെക്ക് എത്രയാണോ ഉള്ളതെന്ന് അളന്ന് നോക്കിയതിന് ശേഷം നമുക്കതിനുള്ളത് കോളറിനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് എടുത്തതിന് ശേഷം എത്രയാണോ കിട്ടിയത് അതിൽ 1 ഇഞ്ച് അതിൽ ആ സെയിം അളവ് തന്നെ നമ്മളിവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് വിട്ട് വരുന്നത് 1 ഇഞ്ചാണ് നമ്മളിവിടെ വിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഒരു മെറ്റീരിയലിൽ അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സ്ലീവും ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കൈക്കുഴിയായിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് സെൻറ്റർ ഭാഗം വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും തിരിച്ച് വെച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ടോപ്പിനൊക്കെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് എത്രയാണോ വേണ്ട ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒരുപാട് ഷേപ്പ് അടിക്കത്തില്ല. ജുബ്ബയ്ക്കായാലും നമ്മൾ ഷേപ്പൊന്നും കൊടുക്കത്തില്ല. ഇതുപോലെ കറക്റ്റായിട്ട് 1 ഇഞ്ച് അകലത്തിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് അടിച്ചു കൊടുക്കണം. സ്ലിറ്റ് വരുന്ന ഭാഗം രണ്ടും ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
രണ്ട് സൈഡും മടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മടക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് മുകളിൽ കൊണ്ടുവന്ന് നിർത്തി അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഞാൻ പറഞ്ഞോട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കോളറിനുള്ള അയൺ ചെയ്തെടുത്തതിന് ശേഷം അര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മെറ്റീരിയൽ കൂടി കറക്റ്റായിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് എല്ലാം കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ക്യാൻവാസ് മുകളിൽ വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. അതിന് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കണം. സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കൊത്തിട്ട് കൊടുത്താൽ മതി. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും ഞാനിവിടെ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ നെക്കിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റായിട്ട്. ഇതൊക്കെ നമ്മൾ സെൻറ്ററെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ടാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെയൊക്കെ കൊത്തിട്ട് കൊടുത്തിട്ടാണെങ്കിൽ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അടുത്ത സൈഡിലേക്ക്. എന്നിട്ട് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കോളർ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് വേണം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളതിനെ മറിച്ചെടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുത്തിട്ട് അതിനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് സൈഡും കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചെടുത്ത് കറക്റ്റായിട്ട് പിടിച്ച് കൊടുക്കുക. അപ്പം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലൊരു എന്തെങ്കിലും വെച്ചൊന്ന് ഈ രണ്ട് സൈഡിലെ മൂലഭാഗമൊക്കെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് എല്ലായിടം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബട്ടൺസ് കൊടുക്കണം. ബട്ടൺസ് കൊടുക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. നമുക്ക് ബട്ടൺസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ ഈ കുർത്തയുടെ നമ്മുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. നമുക്ക് ഓണത്തിനും പെരുന്നാളിനും ഒക്കെ പിള്ളേർക്ക് നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. പക്ക ഫിനിഷിങ് ഇരിക്കും ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.